നമസ്കാരം. ഭൂമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ ചുടലയിൽ മുക്കുന്ന് എന്ന പ്രദേശത്ത് ചന്ദ്രജ്യോതി ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വലിയ കൃഷികളും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാത്തരം ചെടികളുണ്ട്. വ്യത്യസ്ത ഇനത്തിൽ വളരെ അപൂർവങ്ങളിൽ കണ്ടുവരുന്ന ഒട്ട അനവധി ചെടികൾ ഇവിടെ ഉണ്ട്. അതുപോലെ പശുക്കളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ തന്നെയുണ്ട്. ടെറസിന്റെ മുകളിലാണെങ്കിൽ പോലും അത്യാവശ്യം ചുരുങ്ങിയ സ്ഥലത്ത് ഒട്ടേറെ ഏകദേശം 500-ഓളം വ്യത്യസ്ത ഇനത്തിൽ വരുന്ന ചെടികൾ, ഔഷധ സസ്യങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ വ്യത്യസ്ത വെറൈറ്റികളിൽ ഒരുപാട് വ്യത്യസ്ത ചെടികൾ ഇവിടെ ചന്ദ്രിക ചേച്ചി വളർത്തുന്നുണ്ട്. കൃഷികളും കാര്യങ്ങളും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം വിപണികളെയും മാർക്കറ്റും മറ്റു രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അത്തരമൊരു സാഹചര്യത്തിൽ അന്യം നിന്ന് പോകുന്ന ഒട്ടനവധി ചെടികൾ, ഒട്ടനവധി നമ്മൾ ഇന്ന് കേൾക്കുക പോലും ചെയ്യാത്ത ഒട്ടനവധി പേരുകൾ, നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സസ്യങ്ങൾ, കായകൾ ഒക്കെ തന്നെ ഇവിടെ അറിവിന് വേണ്ടിയിട്ടും കുട്ടികൾക്കായിട്ടും ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർക്കായിട്ടും പറഞ്ഞു കൊടുക്കാനും ഒക്കെ തന്നെ ഇവിടെ മനോഹരമായി വളർത്തി വരികയാണ് ചന്ദ്രിക ചേച്ചി. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ചെടികളാൽ നിറഞ്ഞ് ഒരു കാട് പിടിച്ച പോലെ, പക്ഷെ ഇതെല്ലാം വ്യത്യസ്ത ഇനം ചെടികളും കാര്യങ്ങളെല്ലാം അല്ലേ? അപ്പൊ എങ്ങനെ പ്രത്യേകതകൾ എന്താ ഈ ചെടികളെയൊക്കെ? ഇതിപ്പോ ഒരു 10-600 വെറൈറ്റിക്ക് അടുത്ത് ഇതിന്റെ മേലെ ഇപ്പോഴും ഉണ്ട്. എല്ലാത്തിലും ടെറസിലുണ്ട്. അപ്പൊ ബാഗ് തന്നെ ഞാൻ 600 വെറൈറ്റി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പം പിന്നെ നെല്ല് ഉഴുന്നിന്റെ എല്ലാം സമയത്ത് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയതാണ്. ഉണക്കാനും ഇതാക്കാനെല്ലാം വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്രമമില്ലാതെ ആയതാണ്. വേനലിൽ നട്ടതാണ്. അപ്പോൾ ഇതിനിപ്പോൾ വർഷത്തിലൊരു ഇതെല്ലാം മാറ്റും, വീണ്ടും പുതിയത് വെക്കും. ഉള്ളതിനെ നശിപ്പിച്ചാൽ പോയില്ല. വിത്തിന് വേണ്ടിയിട്ടും കൂടി ഇവിടെ സംരക്ഷിക്കുന്നതാണ്. താഴെ നട്ടാൽ പന്നി കൊണ്ടുപോകും. അപ്പോൾ ആ വിത്തെല്ലാം ഞാൻ ഇവിടെ ആക്കി വെക്കുന്നതും കൂടിയാണ്. അപ്പം അങ്ങനെ എനിക്ക് ഒന്നിച്ചെടുത്ത് കളയാനും പറ്റും. താഴെ എല്ലാം ഇവിടെ ഉണ്ടാവും വിത്ത്. കാരണം അത് പന്നി കുത്തി നശിപ്പിക്കും. അപ്പോൾ അത് നശിക്കാതിരിക്കാൻ ഇവിടെ വെക്കും. എല്ലാം ഓരോ ഗ്രോ ബാഗിൽ, ഓരോ വെറൈറ്റി ഓരോ ഗ്രോ ബാഗിൽ ആക്കി വെക്കും. അപ്പോൾ വിത്ത് അത്യാവശ്യം വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നമ്മളിങ്ങനെ മീറ്റ് കർഷക കൂട്ടായ്മകളെല്ലാം വെക്കുമ്പോൾ 100-300 ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കെട്ടിക്കൊണ്ടുപോകും മുറിച്ചിട്ട്. അപ്പോൾ ആ മുറിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിങ്ങനെ വേണമല്ലോ. ഇല്ലേ നമ്മളൊരു ചെടി മാത്രം സംരക്ഷിച്ചാൽ നമുക്കിലാവുമല്ലോ. എൻ്റെ അടുത്ത് നിന്ന് അത് നശിച്ചു പോയി, ഒരു വർഷം എനിക്ക് കൃഷി ചെയ്യാണ്ടായാൽ എനിക്കത് നിങ്ങളിൽ തന്നെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഞാനത് പലർക്കും കൊടുക്കും, സമാധാനം. അപ്പോൾ അവരും അങ്ങനെ വേറെ കൊടുക്കും. അപ്പോൾ നമ്മളെല്ലാവരുടെ കൈകളിലും എത്തും. അങ്ങനെ തന്നെയാണ് ഇതെല്ലാം ഇവിടെ എത്തുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട്. പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം. ചെടിക്ക് പകരം ചെടി, പൈസയല്ല. നമ്മളൊരു ചെടി വാങ്ങിക്കുമ്പോൾ നമ്മളടുത്ത് ഇല്ലാത്തത് അങ്ങോട്ട് കൊടുക്കും. അതേപോലെ വിത്തുകളും ഇനി ഇങ്ങോട്ട് ഇല്ലാത്തവർക്കും കൊടുക്കും. എല്ലാ തരവും ഉണ്ട്. എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ ഇവിടെ എവിടെയില്ല. ഈ പറവലും പിന്നെ കോയക്കൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഇല്ല. വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്നതാണ് എനിക്ക്. അപ്പൊ കോയക്ക, പറവല് ഇതിപ്പോ ഇങ്ങനെ ഒരു നെറ്റായാലും ഇതിൽ പല സാധനങ്ങളും ഇതിന്റെ മേലെ കയറിയിട്ടുണ്ട്. അടതാപ്പ്, പണ്ടത്തെ എയർപോർട്ടോ എല്ലാം കയറ്റിയിട്ടുണ്ട് ഒന്നിൽ തന്നെ. അതേപോലെ ഇത് നമ്മളെ പണ്ട് കാലത്ത് വിളക്ക് തിരിയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് അഗ്നിപത്രി എന്ന് പറയും. അഗ്നിപത്രി. അപ്പൊ ഇത് നമ്മളിങ്ങനെ പച്ചയിൽ തന്നെ കത്തിക്കാം. ഇതിങ്ങനെ തിരിച്ച്
ഞാൻ കാണിച്ചു തരാം അത് താഴ്ന്ന്. ഇങ്ങനെ തന്നെ തിരിച്ച് നമ്മൾ സാധാരണ തിരി പോലെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, എണ്ണ ഒഴിച്ചിട്ട് സാധാരണ വിളക്കിൽ. അപ്പോൾ അത് കത്തിക്കോളും. അംഗനവാടി കുട്ടികൾ, സ്കൂൾ കുട്ടികൾ എല്ലാവരും കൊണ്ടുവന്ന് കാണുന്നുണ്ട് കൃഷി ഇത് കാണാനായിട്ട്. അവര് ഞാൻ ക്ലാസ് എടുത്തും കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി സസ്യങ്ങളെ കൊണ്ടുപോയിട്ട് തന്നെ കാണിച്ചു കൊടുക്കും. ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കായും ഫലങ്ങളും എല്ലാം അതേപോലെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കത് ഗ്രഹിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അഗ്നിപത്രി എന്ന് പറയുമ്പോൾ വായി കൊണ്ട് പറഞ്ഞാൽ പോരാ, ഇത് ഇന്നതാണ് അഗ്നിപത്രി നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം ആ ഒരു ഇതിനും കൂടി ആണ് ഞാനിവിടെ ഒരുക്കി വെച്ചതിൽ. പിന്നെ അതേപോലെ ബത്താസ് 25 തരം ബത്താസുകളുണ്ട്. ഇതെല്ലാം ബത്താസിന്റെ ഇതിൽ വരുന്നത്. ഇതിന് നമുക്കിത് ഇപ്പോൾ ഇവിടുന്ന് മുറിച്ചിട്ട് കറി വെക്കുകയും ചെയ്യാം. അടിയിൽ കിഴങ്ങ് ഉണ്ടാവുമ്പോൾ നമുക്ക് എടുക്കുകയും ചെയ്യാം. വൈകുന്നേരം 4 മണിക്ക് പുഴുങ്ങണം എന്ന് വിചാരിച്ചാൽ ഒരു 4 ഗ്രോ ബാഗിൻ്റെ അകത്ത് നിന്ന് ഓരോന്ന് എടുത്താൽ മതി, ഇത്ര ഉണ്ടാവും. അതിന് അത്രേ പിടിക്കൂല്ലോ. പക്ഷെ അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഇടയിൽ പിടിക്കും. മണ്ണിട്ട് വളം ഇട്ട് കൊടുത്താൽ ആദ്യം പിടിക്കും. അപ്പോൾ ആ വരുതില് ഇത് ചീരച്ചേമ്പ് എന്ന് പറയും. ഇതിന്റെ കട തിന്നൂല. ഇതിപ്പോ ഈ സംഭവം ഇങ്ങനെ തന്നെ മുറിക്കുക ചെയ്യാം. അങ്ങനെ ഇലയും തണ്ടും എല്ലാം കൂടി കരം വെക്കും. ചൊറിയൊന്നുമില്ല. സാധാരണ ചേമ്പല്ല, അതിന്റെ ചീരച്ചേമ്പ് എന്നാ പറയാം. കരിന്താള് അങ്ങനെയെല്ലാം പറഞ്ഞ് ഓരോ നാട്ടിലെ ഓരോ പേര് പറയും. അതേപോലെ തന്നെ അതെല്ലാം. അപ്പൊ ഇതിങ്ങനെ വെക്കും. ഇതിന്റെ കിഴങ്ങ് തിന്നൂല മീൻസ് കിഴങ്ങ് തിന്നാത്തത് അടുത്ത തലമുറേനെ ഉണ്ടാക്കാൻ വേണ്ടി, അതിന് അത്രേ ഉണ്ടാവും. അപ്പൊ പിന്നെ ഇതിന്റെ ചോട്ടിന്ന് ഇതിപ്പോ ഞാൻ മുറിച്ചപ്പാടും അത് 4 പുറത്തുനിന്ന് ഒരുപാട് ചെടി വരും. അത് ഞാൻ താഴെ മുറിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പൊ അതിൽ നിന്ന് ചെറിയ തടി നട്ടതായത് ഇതിപ്പോ മുറിക്കാനാവുന്നത്രേ. മുറിച്ച് ആകുമ്പോഴേക്ക് നമുക്ക് ഫുള്ളായിട്ട് വരും. അപ്പൊ ഒരു അത്യാവശ്യം ഒരാൾ തൈ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പറിച്ചു കൊടുക്കാൻ പറ്റും. പേടിക്കണ്ട. ഇതിപ്പോ ഒന്ന് ചീഞ്ഞു പോയി മേലെ ഭാഗം എന്ന് വിചാരിച്ചാലോ അത് തന്നെ താഴ്ന്ന് ഉണ്ടാവും. അപ്പൊ നമ്മൾ നട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു കിഴങ്ങിന് ഇപ്പൊ നമ്മൾ ഇത്ര നീളം ഉണ്ടാവും കിഴങ്ങ്. അപ്പൊ മുറിച്ച് എത്ര പീസ് വേണമെങ്കിലും ആക്കിയാലും ആ തടിന്റെ അടുത്തില്ല ഇത് മതി. എല്ലാം ഓരോ തൈയാക്കിയിട്ട് എടുക്കാം. താളിൽ ഇപ്പൊ എന്റെ അടുത്ത് കണക്കായിട്ട് ഒരു 20-22 തരം താളുകളുണ്ട്. ചീരച്ചേമ്പ്, കുഴി നിറച്ചി, മക്കളെ പോറ്റി, അങ്ങനെ ഓരോ പേരുണ്ട് അവർക്കെല്ലാം. ഇത് വയലറ്റ് മുളകാണ്. നല്ല ഉജാലര കളറാണ് ഉണ്ടാവുക. നിറയെ ഉണ്ട്. ഇപ്പം പഴുത്തു, കുറെ പറിച്ചു, കുറെ കാക്ക കൊണ്ടുപോയി പഴുത്തപ്പോൾ. അതേപോലെ ഇതിപ്പോൾ ഓരോ മുളകും ഓരോ തരത്തിലുള്ളതാണ്. കുറേ തരം ഉണ്ട്. 56 തരം മുളക് മാത്രമുണ്ട്. അതിനോരോന്നിനും ഓരോ ഉടങ്കൊല്ലി, അങ്ങനെ ഓരോ പേരുണ്ട് അതിനെല്ലാം. കാന്താരിയുടെ പോലെ തന്നെ ഇത് നമ്മളെ സാധാരണ കാന്താരി. അതേപോലെ ഇത് പച്ച, ഇത് വയലറ്റ് ചുവപ്പ്. എല്ലാം 56 ഇനങ്ങളുണ്ട്. ഉണ്ടിയുള്ളതും വയലറ്റ്, നീല, അങ്ങനെ ഇതെല്ലാം ആയിട്ട് പല കളറിലുള്ളത്. അത് ഓരോന്നും ഓരോ തരത്തിലുള്ള ഇതുള്ളതാണ്. അതേപോലെ ഇത് മധുര തുളസി എന്ന് പറയും. ഇത് മധുരമാണിത്. തിന്നു നോക്ക്. പഞ്ചസാര, ഈ ഷുഗറുകാർക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഉണക്കി പൊടിച്ച് നമ്മൾ ബോട്ടിലാക്കി വെച്ചാൽ ഇത് കഴിക്കാം. ഇനി ഇത് കാപ്പി വെക്കുമ്പോൾ നമുക്ക് ഇത്ര മതി. ഒരു ഗ്ലാസ് കാപ്പിക്ക് ഈ ഇലയിട്ട് വെച്ചാൽ മതി. ചായക്കോ കാപ്പി നല്ല മധുരം ഉണ്ടാവും. നല്ല മധുര തുളസി എന്നാ പറയാ. അപ്പുറം നമ്മൾ നേരത്തെ കണ്ടില്ലേ വിക്സ് തുളസീൻ്റെ വേറൊരു പലതരം തുളസി ഉണ്ട്. 10-20 തരം തുളസി ഇവിടെ ഉണ്ട്, താഴെയോടെ എല്ലായിട്ടും. എല്ലാം ഓരോരോ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. എല്ലാ ഔഷധ ഗുണമുള്ള തന്നെയാണ്. അതേപോലെ ഇത് കർക്കിടക മാസത്തിൽ പണ്ട് കാലം മുതലേ ഏതോ ഒരു ദിവസമാണ് ഇത് പ്രാധാന്യം. പക്ഷെ നമുക്കിപ്പോൾ വയറിലെ അൾസർ അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ, ഇതിന് ഏറ്റവും നല്ലതാണിത്. ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല.
അങ്ങനെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് വേറൊരു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് അങ്ങോട്ടുള്ള ഒരു വീട്ടിലുള്ളവർക്ക് അറിയാം ഇതിനെ പറ്റിയിട്ട്. വയനാട്ടിലെ ആദിവാസികളെ ഇതിൽ നിന്ന് അവർക്ക് അറിയാമല്ലോ ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് അത് താഴെ നിന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇതും അതേപോലെ ഒരു ചീരയാണ്, വലിയ മരം പോലെയാവും അത്. ചീര എന്നപ്പോൾ അതിൻ്റെ പേര്, ആ ചീരയുടെ പേര് ഓർമ്മ വരുന്നില്ല എനിക്ക്. ഇതിങ്ങനെ ഇല പറിച്ചിട്ട് കറി വെച്ചോളൂ. അതിൽ പൊട്ടിച്ചെടുത്തിട്ട് കറി. ഇത് വലിയ മരം പോലെയാവും, ഒരു വീട്ടിലൊരു ഇതുണ്ടായാൽ മതി. കരിമഞ്ഞൾ ഇനത്തിൽ വരുന്നതാണ്. 10-25 തരം കരിമഞ്ഞളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും ഇതിന്. ബ്ലൂ പ്രിൻ്റ്. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ വ്യത്യാസം ഇതെന്നു വെച്ചാൽ ഇതിന് അച്ചടി മഞ്ഞൾ എന്നും പേരുണ്ട്. അതായത് ബ്ലൂ പ്രിൻ്റ് ഇപ്പം പരിഷ്കരിച്ച് വന്നു, പണ്ടെല്ലാം അങ്ങനെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഈ മഞ്ഞൾ മൂത്തതായിരിക്കണം, അടിച്ചാൽ ഈ താഴെ വരും സീല് പ്രിന്റ് താഴെ വരും. അല്ല, ഇത് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സംരക്ഷിച്ചത്. വേറൊരു യൂസൊന്നും ഇതിനെക്കൊണ്ടില്ല. പിന്നെ ഈ ആന്ധ്രാപ്രദേശുകാർ അവർക്കെല്ലാം ഇങ്ങനെ മന്ത്രങ്ങളും ഇതിനെല്ലാം ഈ കരിമഞ്ഞ ആചാരങ്ങൾക്കും വേണ്ടി മാത്രം. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഇതിനെക്കൊണ്ട് സത്യത്തിൽ ഇത് കൃഷി ചെയ്തതിനെ കൊണ്ട് ഒരു ഇതും വരാനും പോകും, ലാഭമൊന്നുമില്ല, വിൽപ്പനയൊന്നും പറ്റൂല. ഉപകാരമില്ലാത്തൊരു സാധനം ഒരു കർഷകർ ചെയ്യുമ്പോൾ നമ്മൾ സാധാ മഞ്ഞളാണ് നമുക്ക് എത്ര ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ ഇതെല്ലാം ഏക്കർ കണക്കിന് ചെയ്തിട്ട് കൊണ്ടുപോയി വിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. കസ്തൂരി മഞ്ഞൾ തന്നെ 2 തരമുണ്ട്. അത് ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ ക്രീം കളറാ. പണ്ട് മുതൽ ഇതുപോലെ ഒരു വരിയുള്ളൊരു സാധനമുണ്ട്, മഞ്ഞക്കൂവ. അതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വിൽക്കുക. അല്ല, കസ്തൂരി മഞ്ഞൾ അതല്ല. ശരിക്കും ഒറിജിനൽ മാങ്ങ ഇഞ്ചി പോലത്തെ ഒരു സാധനമാണ്, നല്ല സ്മെല്ലുള്ള. അപ്പോൾ അതിന് 2500 കിലോന് പൊടി ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഫേഷ്യല് മറ്റേ ഇവിടെ എല്ലാം ചെയ്യുന്നവരെടുത്തുനിന്ന് ആ പൈസ, പക്ഷെ അവർ കർഷകർക്ക് ആ പൈസ തരൂല. ഇപ്പോൾ ചീരച്ചേമ്പ് പോലെയുള്ള സാധനമാകുമ്പോൾ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ ഇനി എത്ര ഏക്കർ ചെയ്താലും അത് നമുക്ക് വിത്തായിട്ടും കൊടുക്കാം, ചെടിയായിട്ടും കൊടുക്കാം. ഇത് മുറിച്ച് നമുക്കൊരു കൊണ്ടു കൊടുത്താൽ ആൾക്കാർക്ക് ഉപകാരമാവും. നേരെ ഇതിൻ്റെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഒരു മൃഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പോൾ 1, 2, 3, 4, 5 തരം ചേമ്പ് വർഗത്തിൽപ്പെട്ടത് ഇവിടെ മാത്രമുണ്ട്. വേറെ ഉണ്ട് 10-25 തരം, 28 തരമുണ്ട് എൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ ഇത് മക്കളെപ്പോറ്റി എന്ന് പറയും. മക്കളെപ്പോറ്റി എന്ന് പറയുന്ന ഒരു തരം. അപ്പോൾ അതേപോലെ തന്നെയാണ് അത് കുഴി നിറച്ചി എന്ന് പറയുന്നത്. കുഴി നിറയെ ഉണ്ടാവും. അതുപോലെ അത് മക്കളെപ്പോറ്റി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ശരിക്കും നിറയെ ഉണ്ടാവും. ഇതും ഒരു മക്കളെപ്പോറ്റിയാണ്, അതും രണ്ടും 2 തരത്തിലാണ്. ഓരോ നാട്ടിലോരോ പേരുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ പേര് അതായിരിക്കില്ല. പക്ഷെ മക്കളെപ്പോറ്റി എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. അല്ല, ഒരേ ഇതിൽ തന്നെയാണ് ഉണ്ടാവുക. താള് മാത്രം. താള് ശരിക്കും വേറെയാണ്. തോട്ടിൻ്റെ കരയിലതെല്ലാം അത് ചൊറിയും താള്. അതും വെക്കാം, പ്രശ്നമൊന്നുമില്ല, വിഷമൊന്നും അല്ല. ഇപ്പോഴത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നമ്മളെ പ്രകൃതിയിൽ നിന്നുള്ളത് കഴിക്കാം. പക്ഷെ ആ ചൊറി കളയാനുള്ള വൈദ്യം നമ്മൾക്ക് മനസ്സിലാവണം. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് പുളിശ്ശേരി വെച്ചാൽ നമ്മളെ നാടൻ പുളിയില്ലേ, ചൊറിയൂല. ഇത് റെഡ് ഇഞ്ചിയാണ്, നമ്മളെ സാധാരണ ഇഞ്ചിയല്ല. സാധാരണ ഇഞ്ചിനേക്കാളും നല്ല ചുടലും ഗുണവും ഔഷധ ഗുണവും എല്ലാം ഉള്ളതാണ്. നന്നായിട്ട് വെള്ളവും കിട്ടും. ഇത് നല്ല ഹൈറ്റ്. ഇതിപ്പോൾ നട്ടിട്ട് അത്ര ആയിട്ടില്ല, ഞാൻ ഒരു മാസം ആവുന്നത്രേ. അപ്പോൾ ഇത് നിറയെ വരും. മറ്റേ ഇഞ്ചി പോലെ അസുഖങ്ങളൊന്നും വരില്ല, തീരെ അസുഖമില്ലാത്ത ഇതാണ്. നമ്മൾ എത്ര വളം ചെയ്യുക, ചാണകപ്പൊടിയും ഇത് ഇട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് മേലോട്ട് ഇഞ്ചി വരും ഇതുപോലെ. അപ്പോൾ നമുക്കിതിങ്ങ് പൊട്ടിച്ചെടുത്താൽ അതിൻ്റെ കുട്ടികൾ താഴെ ഉണ്ടല്ലോ, അപ്പോൾ അവർ വീണ്ടും മേലോട്ടാണ് വരിക. മേലോട്ട് വരുമ്പോൾ നമുക്ക് വേഗം ഇതിങ്ങ് പറിച്ചെടുക്കാൻ പറ്റും. നല്ല ഔഷധ ഗുണവും നല്ല ചുടലും ഉണ്ട്, നല്ല സ്മെല്ലും, നല്ല മറ്റേ ഇതിനേക്കാളും നല്ല എന്താ പറയുക
നല്ല ചുടല്. മറ്റേതിൻ്റെ 4-1 ഇത് നമുക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. ചതച്ചിട്ട് ഇതിൻ്റെ ഇലയും യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ചമ്മന്തി അരക്കാനെല്ലാം എടുത്ത് വഴറ്റിയിട്ട് നമുക്ക് വറുത്തെടുത്ത് ചിക്കനിലെല്ലാം രമ്പേൻ്റെ ഇലയെല്ലാം ഇടുമ്പോൾ ഒന്ന് ഇതാക്കിയിട്ട് ഇട്ടാൽ നല്ല സ്വാദ്. നല്ല ഇത് നമ്മളെ കോട്ടൺ പരുത്തിക്കുരു കേട്ടിട്ടില്ലേ? അപ്പം നമ്മളിവിടെയെല്ലാം വെള്ളയല്ലേ, ഇത് കാപ്പി കളറാണ്. ഫുൾ പരുത്തി കാപ്പി കളർ, നല്ല നമ്മളെ കാപ്പിയുടെ അതേ ഇതിലുള്ള കാപ്പി കളർ. രോഗങ്ങളും കീടങ്ങളും അധികം ബാധിക്കാത്തതാണ്. അല്ലല്ല, വലിയ മരമാവും. ഇത് താഴെ നടണോ? ഇതിപ്പോ നമ്മൾ വിത്താണ് എനിക്ക് തന്നത്. അപ്പൊ ആ വിത്ത് 4 വിത്ത് തന്നത് ഞാൻ വിത്ത് ഇവിടെ നട്ടു മുളച്ച് ഇപ്പൊ ഇവിടെ തന്നെ പിടിച്ചു. ചെറുതിലെ പിടിച്ചത് ഞാൻ നല്ലോണം വളവും ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിൽ ആഴ്ചക്ക് ഇടും. ചാണകവും എല്ലുപൊടി മറ്റുള്ള ഇതെല്ലാം നമ്മളെ ഗോമൂത്രം കോഴിവളം എല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിന് കിട്ടുന്നതിനനുസരിച്ച് അത് വളർന്നു വന്നു. ഇത് ഓരോ തരം 25 ഇനം ഉണ്ട്. ബത്താസ് ചക്രക്കിഴങ്ങ് എന്ന് പറയുന്ന നമ്മളെ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നിനും മുറിക്കുമ്പോൾ ഉള്ളിൽ വേറെ വേറെ കളറായിരിക്കും. ഓരോന്നും മുറിച്ചാൽ നല്ല ഈ ബീറ്റ്റൂട്ട് പോലെ ഉണ്ടാവും ഓരോന്ന്. അതാണ് ബീറ്റ്റൂട്ട് കിഴങ്ങുന്ന് ചക്രക്കിഴങ്ങെന്ന് പറഞ്ഞ്. ഒന്ന് മുറിച്ചാൽ ക്യാരറ്റ് പോലെ ഉണ്ടാവും. ഓരോന്നും ഓരോ പാൽക്കിഴങ്ങൊന്നുണ്ട്. അത് ഒരു വെള്ള നല്ല വൈറ്റാണ്. ഓരോ നമ്മൾ സാധാരണ പണ്ട് കാലത്ത് ഒരൊറ്റൊരു ഇനം മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതന്നെ ഇപ്പം 2-3 തരത്തിലുണ്ട്. നല്ല ചുവപ്പുള്ളതുണ്ടാവും, ലൈറ്റ് കളറുള്ളതുണ്ടാവും, അതെല്ലാം ഉള്ളുണ്ട്. ഇപ്പം 25 ഇനം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓരോ ഇതിൽ ഓരോ വെറൈറ്റിയാണ്, ഓരോ തരത്തിലും കയറിയിട്ടുള്ള. ഇലയിൽ തന്നെ വ്യത്യാസം എല്ലാത്തിനും ഇലയിൽ വ്യത്യാസം കാണുന്നില്ല. ഇതിപ്പോൾ എല്ലാ ഇലയും വ്യത്യാസം വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ 25 എണ്ണത്തിൻ്റെ ഒരു 2 എടുത്തിട്ട് വെച്ചാൽ ചിലപ്പോൾ ആ 25 എണ്ണത്തിന് നമുക്ക് ഒരേ ഗുണമായിരിക്കില്ല. ഓരോ പ്രോട്ടീൻ ഉണ്ടാവും, ഓരോ ഔഷധ ഗുണങ്ങളുണ്ടാവും. ഇലക്കറിക്കെല്ലാം വൈറ്റമിൻ സി മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് വെറുതെ. അത് ഓരോന്നിനും ഓരോ കണ്ടന്റ് നമുക്ക് ദേഹത്തിന് വേണ്ടുന്നത് എല്ലാം കിട്ടും ഇലക്കറികൾ കൂട്ടുമ്പോൾ. ഇത് നമ്മളെ ഈന്ത് മരമില്ലേ, ഈന്ത് മരമാണ്. നമ്മൾ അന്യന്ത് പോണ്ടാന്ന് വിചാരിച്ച് ഞാൻ സംരക്ഷിക്കുന്നതാണ്, താഴെ നടണം. അതേപോലെ ഇത് റെഡ് കറ്റാർ വാഴയാണ്. സാധാരണ നമ്മളെ കറ്റാർ വാഴയുടെ ജെല്ല് വൈറ്റ് കളർ ഉണ്ടാവുക. ഇത് പൊട്ടിച്ചാൽ റെഡ് കളറാണ്. മറ്റേതിനേക്കാൾ ഔഷധ ഗുണമുള്ള കറ്റാർ വാഴയാണിത്. അതേപോലെ ഇത് നമ്മളെ കൂർക്കലെന്ന് പറയും. പണ്ട് കാലത്തെ 2 തരം കൂർക്കലിൽ ഒന്നാണിത്. വെറും പച്ചയുള്ളതും വൈറ്റ് കളർന്നതും. ഇതെല്ലാം ഓരോ തരം ബത്താസുകൾ. അതേപോലെ ഇത് ഈറോഡ് മഞ്ഞൾ എന്ന് പറയും. അവിടുത്തെ നാടൻ ഇനാണിത്. അത് ആ ഒരു ഇത് ശബരിമലക്കത്തെ ഒരു തരം ഇതാണ് മഞ്ഞൾ. ഇത് വേറൊരു ചേമ്പാണ്. അങ്ങനെ ഇത് പഴുതാരക്കൊല്ലി എന്ന് പറയും. നമുക്ക് വിഷപ്പെട്ടാൽ പഴുതാര ഇത് കടന്നൽ അതെല്ലാം കുഴിച്ച് വണ്ണം വെക്കും, ഇതാവുമല്ലോ ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് ഇത് അരച്ചിട്ടാൽ മതി. ആ തൽക്കാല ആശ്വാസം കിട്ടും. പൊന്നാങ്കണ്ണി ചീര പണ്ട് കാലം മുതലേ ഉള്ള പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ഒറിജിനൽ സാധനം ഇതാണ്. ഇത് പല പേരിൽ പലരും പലതും കാണിച്ചിട്ട് പൊന്നാങ്കണ്ണി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി. നമ്മളത് ഇതും പൊന്നാങ്കണ്ണി. ഇതിന് നമ്മൾ ചള്ള് പറിച്ച് അവിടെ നട്ടപാടും ആയതുകൊണ്ടാണ് അങ്ങനെ. ഇത് നമ്മളിപ്പോൾ 1 വർഷമായിട്ട് മുറിച്ച് എടുത്തതുകൊണ്ട് ചെറിയ ഇലകളായി. ഇതിപ്പോൾ ഞാൻ 2ാമത് നട്ടതുകൊണ്ട് അതങ്ങനെ വളർന്നു വരുന്നത്ര. ഇത് നമ്മളെ വിക്സ് തുളസി എന്ന് പറയും. നമ്മൾ ജലദോഷത്തിനെല്ലാം ഇതിൻ്റെ ഇല ചവച്ചാൽ നല്ല എരിവുണ്ടാവും. വിക്സ് തടവി അതേപോലെ തന്നെ നമ്മളെ ഒറിജിനൽ ഇത് കാണിക്കും, ബലം കാണിക്കും. വെള്ളം വെച്ചിട്ടും കുടിക്കാം നമുക്ക് സാധാരണ പോലെ.
നല്ല വിക്സിൻ്റെ സ്മെല്ല് തന്നെയാണ്. ഇത് നമ്മളെ കോയക്ക, നീളമുള്ള കോയക്ക. മുകളിൽ കണ്ടത് ഉണ്ടല്ലേ, ഇത് നീളമുള്ള കോയക്ക. നല്ല നീളം വെക്കും, കണ്ട അവിടെ എല്ലാം കണ്ട നല്ല. അത് പ്ലാവിൻ്റെ മേലേക്ക് എല്ലാം പോയിട്ടുണ്ട്. മേലോട്ട് പോകുമ്പോൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ നല്ലോണം കിട്ടും. അതേപോലെ ഇത് പയറ്, എല്ലാം ഓരോ തരത്തിലുള്ള പയർ ഒരുമിച്ച് നട്ടതാണ്. ഇത് ചുവന്ന പയറുണ്ട്, ലോലയുണ്ട്, മീറ്റർ പയറുണ്ട്, എല്ലാം ഉണ്ട്, കുറ്റിപ്പയറുണ്ട്. എല്ലാത്തിൻ്റെയും കുരി ഒരുമിച്ച്. പയറിൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് 30 വെറൈറ്റി, എല്ലാം ഓരോ തരത്തിലുള്ളത്. അപ്പോൾ വേനലിൽ ഇഷ്ടം പോലെ ഉണ്ടായി. ഇതിപ്പോൾ മഴക്കാലത്തേക്ക് വേണ്ടി ഞാൻ ഒരു ഇതിൽ മാത്രം നട്ടത്, ചീഞ്ഞു പോവും അധികം നട്ടാൽ. ഇല്ല, എല്ലാ പയറും നിൽക്കുന്നില്ല, ചുവട് ചീഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം ഒരുമിച്ച് നടുമ്പം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, ഒന്നൊന്നിനെ ഇതാക്കിയിട്ട്. അതേപോലെ ഇത് വഴുതിന, ചീര, ബീറ്റ്റൂട്ട് ചീര. ഇത് ഇവിടെ കണ്ടില്ലേ ഇതിൻ്റെ വലിപ്പം. ഇതൊരു കിലോ ഇന്നും വലുതാവും. ഇത് വലിയ അല്ല, ഇത് പടർന്ന് ചെറുതിലേ പിടിക്കുന്നതാണ്. ഇത് കുഴിയിൽ തന്നെ ഇതുണ്ടാ, കുഴി കുത്തിയിട്ട് പോയിട്ടുണ്ടാ ഉള്ളിലേക്ക്, അങ്ങനെ ഉണ്ടാവും, ചെറുതിലേ ഉണ്ടാവും നിറയെ. ഇനി ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ നുള്ളി കൊടുത്തിട്ടുണ്ടല്ലേ ഞാൻ. ഇതിങ്ങനെ ഇപ്പം നമ്മൾ ഇവിടുന്ന് നുള്ളി കൊടുത്താൽ ശാഖയാവും, നിറയെ പടർന്ന് മുഖത്ത് വരും. 1 കിലോ വരെ ആവുന്നുണ്ട് അത്. ഇത് പണ്ട് കാലത്തെ വഴുതിനാന്ന് പറയുന്ന സാധനം നമ്മള് കഴിക്കുന്ന തന്നെയാണ്. അത് വലിയ മരം പോലെ ആയിരുന്നു, കുത്തിക്കളഞ്ഞിരുന്ന ആദ്യ വേരിന്റെ മേലെ നിന്ന് തീർത്ത് വന്നത്. പൂക്കുന്ന ഇത് പൂത്തിട്ട് കാണുന്നില്ല, ഇത് നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വയനാടൻ ചീര എന്ന് പറയുന്നതിനാണിത്. ഇതും അതേപോലെ നമുക്ക് മുറിക്കുന്നതിനനുസരിച്ച്. ഇതിപ്പോ ചെള്ളാന്ന്, മൂക്കൂല പെട്ടെന്നൊന്നും, എപ്പോഴും നമുക്ക് കഴിക്കാനുണ്ടാവും. ഇത് മുളക് നീളം കണ്ട നല്ല നീളം വരും. ഇത്ര നീളം വന്നിന് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട്. ഈ എരിവുണ്ട്, നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റുള്ള ഇത് തന്നെയാണ്. ഇതൊരിനം. ഇതെല്ലാം വേറെ വേറെ ഇനാണ് കേട്ടോ, ഒന്ന് ഒരേപോലെ അല്ല. അതേണ്ട, ഇത് പിരിയനാണ്. ഇത് കുറച്ച് വണ്ണം കൂടിയുണ്ടാ. കാശ്മീരി ചില്ലി ഇല്ലേ, അത് ഒറിജിനൽ നല്ല കളറാണിത്. അതേപോലെ ഈ വാഴകളും പല വെറൈറ്റിയാണ്. ചുവന്ന പഴം, നീലപ്പഴം, ഇതെല്ലാം ഇതിന്റെ ഓരോന്ന്. 25 വാഴ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഇതെല്ലാം കൂടെ ആടെല്ലാം ഉണ്ട്, കൊലച്ചതുണ്ടല്ലേ, മറ്റേ വിരൽ പോവാൻ അത് 3 കൊലച്ചിട്ടുണ്ടാ. ഇത്ര ചെറുതിലേ കൊലക്കും. ഇത് നമ്മളെ ചുണ്ടങ്ങാന്ന് പറയില്ലേ പണ്ട്, ഇതാണത്. ഇതിങ്ങനെ ചതച്ചിട്ട് ഇതിപ്പോ ഈ പാകത്തിലെ പരിക്കുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ വെച്ചു. ഇത് മൊത്തം പറിച്ചിട്ട് നമ്മളൊന്ന് ചതക്കുക, ഇതിനെ കൊണ്ട് ഒന്ന് ചതച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു 100 പോവാനുണ്ട്. അപ്പോൾ പോയിട്ട് സാധാരണ പോലെ തോരൻ വെക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത് വെളുത്ത വഷളച്ചീര, നമുക്ക് ചീര പോലെ തന്നെ വള്ളിച്ചീര, അങ്ങനെ പല നാട്ടിൽ പല. ഇതെല്ലാം ഇപ്പോൾ അന്യം നിന്ന് പോയി, ശരിക്കും ഇവിടെ ഇല്ല. ഇത് വൈറ്റ്, ഇത് അതിൻ്റെ തന്നെ കാപ്പി, 2 കളറുണ്ട്. നമുക്ക് ഇതൊരു വീട്ടിൽ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും മുട്ടിയൊന്ന് പൊള്ളിയാൽ ജസ്റ്റ് ഇതിൻ്റെ ഇല അരച്ചിട്ടാൽ തൽക്കാല ആശ്വാസത്തിനുള്ള ഒരിതാവും. ഇത് നമ്മളെ ചൊറിയാത്ത ചേനയാണ്, ഗജേന്ദ്ര എന്ന് പറഞ്ഞാൽ. ഒട്ടും ചൊറിയൂല ചേന, ഒരു ലെവലേശം ചൊറിയൂല. അത് പിന്നെ നമ്മളെ ഇവിടെ ഒരാളുടെ കയ്യിൽ 500 കിലോ വരെ ആയിട്ടുണ്ട്. എനിക്കിത് 75 കിലോ വരെ ആയിന്. ഇത് നമ്മളെ പാൽച്ചീര എന്ന് പറയും, നല്ല സ്വാദുള്ള ഒരിനം ചീരയാണ്. ഇത് സുന്ദരി ചീര എന്ന് പറയും. സുന്ദരി തന്നെ, അതിൻ്റെ തണ്ട് കണ്ടില്ലേ, നല്ല സുന്ദരി ചീര. ഇത് ബീറ്റ്റൂട്ട് ചീര, ഇത് ബ്ലാത്തങ്കര ചീര. ഇത് പ്ലാവ് 10 തരം പ്ലാവുണ്ട്. എല്ലാം ഈ പ്രാവശ്യം കുറച്ച് വൈകിപ്പോയി, അതാണ് വലിപ്പം വെക്കാത്തത്. കുറേ എന്നാലും പറിച്ചു കൊടുത്തു ഞാൻ, കുറേ നമ്മൾ ആവശ്യത്തിനും പറിച്ചു. 10 തരം വരിക്കയാണ്. പിന്നെ ഈ പ്ലാവിന് വേറൊരു പ്രത്യേകതയുണ്ട്, എവിടുന്ന് മുഴിച്ചുകൊണ്ടൊന്നും നട്ടയല്ല, എൻ്റെ വീട്ടിൽ നിന്ന് കുരു കൊണ്ടുവന്നിട്ട് നട്ടതാണ്. അപ്പോൾ പലരും പറയും കുരു നട്ടാൽ ചക്ക ഉണ്ടാവില്ല, അത് പഴം ആവും ഇതെല്ലാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ആയിട്ടില്ല. വരിക്കച്ചക്ക നട്ടിട്ട് വരിക്കച്ചക്ക തന്നെ എൻ്റെ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിലേക്കൊന്നും ഞാൻ കൊടുക്കില്ല.
എല്ലാവരും വന്ന് ആവശ്യമുള്ളവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. മാവും ഉണ്ട്. ഈ മാവ് ഞാൻ നട്ടതല്ല, പക്ഷെ ഇവിടെ ഉള്ളത് തന്നെയാണ്. വേങ്ങരപ്പള്ളി മാവ് അതെല്ലാം പണ്ടേ ഇവിടുത്തെ അച്ഛൻ നട്ടതാണ്. അപ്പോൾ എനിക്ക് പക്ഷെ അങ്ങനെ കുറവായിട്ട് കിട്ടിയിട്ടില്ല. ഇതെല്ലാം പണ്ടേ ഉള്ളതാണ്. ഇളമാങ്ങ എന്ന് പറയില്ലേ, ബപ്പക്കായ, അതിൻ്റെ മേലെ നിറയെ ഉണ്ട് കപ്പക്കായ, ആ മാങ്ങയാന്നത്. അത് ഏകദേശം വീണ് തീർന്നു, എന്നാലും ഉണ്ട് അതിൻ്റെ മേലെ ഇഷ്ടം പോലെ. ഇത് സ്റ്റിച്ചിങ് പ്ലാന്റ് എന്ന് പറയും. ഇപ്പം നമ്മളെ കൈയൊന്ന് മുറിഞ്ഞു, പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇത് ഇങ്ങനെ പറിച്ചാൽ ഈ ഇടുന്നൊരു ഇത് വരുന്നുണ്ട്. കണ്ട, ഈ ഇത് വെച്ച് കൊടുത്താൽ മതി. ആ മുറിവ് അവിടെ കൂടും. മുറികൂട്ടിയെന്നും പേരുണ്ട് ഇനി. ഇതും മുറികൂട്ടിയാണ്, ഇതും മുറികൂട്ടിയാണ്, അതും മുറിവിന് വെക്കുന്നത്. ഇത് നല്ല നമുക്കെല്ലാം ശരിക്കും മനസ്സിലായി. ഇത് അവിടെ പറ്റും. അപ്പം ആ രണ്ട് വായു പൊളന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നീരിങ്ങനെ വെച്ച് കൊടുത്താൽ അവിടെ കൂടി ബ്ലഡ് അവിടെ നിന്നു. അപ്പം അവിടെ ഇതാണ് നമ്മളെ കൂടി. ഇപ്പം കീരിയുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഇളക്കാണ്ടതിനെ. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇളക്കിയാൽ കിട്ടൂല. പിന്നെ സിൽക്കി ഉണ്ട്, നാടനുണ്ട്, ഗ്രേ ഉണ്ട്, മുള്ളനുണ്ട്, തനി നാടനുണ്ട്, കരിങ്കോഴിയുണ്ട്. അതായത് കരിങ്കോഴി. പിന്നെ ഷൂ കോഴിയുണ്ട്, അല്ല ഫയോമിയുണ്ട്. ചുവന്ന ഫയോമിയുണ്ട്, വെളുത്ത ഗ്രേ ഫയോമിയുണ്ട്. അതിൻ്റെ മുട്ട നല്ല ഗുണമുള്ളതാണ്. ഈ അടവെച്ചിട്ട് തന്നെ ഞാൻ എല്ലാം അടവെച്ച് വിരിച്ച കുഞ്ഞുങ്ങളായത്. ഒന്നും പുറത്തുനിന്ന് ഈടില്ല അമ്മേനെല്ലാം കൊടുത്തു. അതിന്റെ മുട്ട വെച്ചിട്ട് വിരിപ്പിച്ച. ഇപ്പൊ അവിടെ ചെറുത് വിരിപ്പിക്കാൻ വെച്ചിട്ടുമുണ്ട്, വിരിഞ്ഞിട്ടുമുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഇവരെ പിന്നെ ഞാൻ അങ്ങനെ അധികം അളക്കാൻ നിൽക്കില്ല, കിരി കൊണ്ടുപോകും. കഴിഞ്ഞ മാസം ഞാൻ വിരിപ്പിച്ച 30 കോഴിനെയും കൊണ്ടുപോയിന്. ഒരു ദിവസം തന്നെ 15 എണ്ണത്തിനെ പിടിച്ചു. ഇത് നമ്മളെ രാജ്മ എന്ന് പറയുന്ന പയറാണ്. ഞാൻ വയലിൽ കൃഷി ചെയ്താണ്. ഇത് ഒന്നിച്ചിട്ടിന്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. മമ്പയർ, ചെറുപയർ, മുതിര, ഉഴുന്ന് എല്ലാം കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും ഞാനത് കഴിഞ്ഞാലും കുറച്ച് ചെയ്ത് നോക്കിയിനി. അപ്പോൾ മോശമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മയിൽ കൊണ്ടുപോകുന്നുണ്ട്. വേഗം നല്ല പയറാണ്, വണ്ണമുള്ള. അപ്പോൾ ഇവർ വേഗം കാണും, കുത്തി തിന്നുകയും ചെയ്യും. എന്നാലും മോശമല്ല, നല്ല വിളവ് കിട്ടുകയും ചെയ്തതിന്. നല്ല ടേസ്റ്റ്, നല്ല വൈറ്റമിനുള്ള. രാവിലെയെല്ലാം പുഴുങ്ങി കഴിക്കാനും വൈകുന്നേരം ചായക്ക് പുഴുങ്ങി കഴിക്കാനെല്ലാം നല്ല ഇതുണ്ട്. കറി വെക്കാനോ 40 കിലോ ഇപ്രാവശ്യം എനിക്ക് ചെയ്തിട്ട് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 10 കിലോനെ കിട്ടിയിട്ട്. അപ്പോൾ 25 നെല്ലിനങ്ങളിൽ ഒരു രക്തശാലി നെല്ല് ഇതാണ്. ഈ രക്തശാലി നെല്ലെന്ന് പറയുന്നത് ഏറ്റവും ഔഷധ ഗുണമുള്ള നവര, രക്തശാലി, കരിനെല്ല്, അങ്ങനെ ഓരോന്നിനും ഓരോ ഔഷധ ഗുണമുണ്ട്. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻറ്റിന്, കൗണ്ടിൻ്റെ ഇതിനും, ആരോഗ്യ പ്രശ്നം എല്ലാത്തിനും എല്ലാവർക്കും നല്ലതാണ്. ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്ക് അത് ഒന്നും കൂടി ചെയ്യേണ്ടത് 100% തവിടോടെ നമ്മളിത് കഴിക്കണം. നല്ല റേറ്റും ഉണ്ട് സാമാന്യം, പക്ഷേ എല്ലായിടത്തും അത് കിട്ടുന്നില്ല. ഇപ്പം എല്ലായിടത്തും ഒരുവിധം കുറച്ച് കർഷകർ കുറച്ച് ചെയ്യുന്നുണ്ട്. വേഗം വിളവാവും ചെയ്യും. 90 ദിവസം കൊണ്ടാവുന്നതുകൊണ്ട് 90 ആ നെല്ലിൻ്റെ അകത്ത് വരുന്നതുമാണിത്. അതിൻ്റെ നെല്ലാണ് ഇത്. നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല ഉരുണ്ട് കുഞ്ഞ് നെല്ല്. അതേപോലെ ഇതും അതേപോലത്തെ ഒരു ഇതന്നെ മല്ലിക്കുറുവ എന്ന് പറയും. മല്ലിക്കുറുവ എന്ന് പറയുന്ന നെല്ലാണ്. ഇത് ജീരകശാല, ഇത് ചിറകൻ, ഇത് ചുവന്ന കുഞ്ഞു നെല്ല്. ഈ നെല്ലിന് ചുവന്ന ചോലയായിരിക്കും. നല്ല നസർബാത്ത് എന്ന് പറയുന്നതാണ്. ഇത് വേറൊരു കുറുവയാണ്. നല്ല ഉരുണ്ടിട്ടുള്ള ഒരു നാടൻ ഇതാണ്. ഇത് പിന്നെ നമ്മളെ ഇതില്ലേ മില്ലറ്റ്,
അതിൽ ഒരു 8 തരം മില്ലറ്റ് ഉണ്ട്. അതിലൊന്നാണ് അത്, നല്ല കാണാൻ ഭംഗിയുള്ള. ഇത് ജീരകശാലേൻ്റെ. പിന്നെ ഇത് നമ്മളെ ചണം. ഭൂമികയുടെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു കർഷകന്റെ പുതിയ കൃഷിവിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.